Wow, it's so good. It's so damn good. വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ഹാപ്പി ഓണം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സാധാരണ എല്ലാ ഓണത്തിലും ഞാൻ കറങ്ങി തിരിഞ്ഞ് കാർണിവൽ ഡയറ്റിലായിരിക്കും വേണ്ടി ഞാൻ ഒന്നും കഴിക്കാറില്ല. കഴിഞ്ഞ ഓണം അത് തന്നെയായിരുന്നു. അതിന് മുമ്പത്തെ ഓണത്തിന് അങ്ങനെ അല്ലായിരുന്നു, കഴിഞ്ഞ ഓണം അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഓണം വേറെ കുറച്ച് സ്പെഷ്യലുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച ഒരു 7-8 ആകുമ്പോൾ ഒരു 10 ആകുമ്പോൾ നമ്മളോട് ഇറങ്ങും. ഇനി എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. നല്ലതായിട്ട് ലൈവ് സ്ട്രീം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷത്തേക്ക് ഞാൻ തിരിച്ച് കാണത്തില്ല. നല്ലതായിട്ട് പോയില്ലെങ്കിൽ 3 മാസം തിരിച്ചു വരും. നല്ലതായിട്ട് പോകും, അതല്ലേ നമുക്ക് ഡിലൂഷണലി ഒപ്റ്റിമിസ്റ്റിക് ആസ് വെൽ ആസ് ഒബ്സെസ്ഡ്. അപ്പോൾ നല്ലതായിട്ട് ആക്കും ഒരു രീതിയിലല്ലെങ്കിൽ രണ്ടാമത്തെ രീതി. അപ്പോൾ ആ പ്രൊഡക്റ്റ് കൂടി വരാണ്ട് US നിന്ന് അത് വന്നിട്ട് നമുക്ക് ഇറങ്ങാം. എത്ര രൂപയാണെന്ന് നമുക്ക് പിന്നെ അമ്മ വന്നിട്ട് പറയാം കേട്ടോ. കുറച്ചേറെ കത്തി 50 രൂപ കത്തി. അതിൻ്റെ പൊക്കത്ത് പിന്നെ കസ്റ്റം ഡ്യൂട്ടി കൂടി ഇടാം. എത്രയാണെന്ന് അറിയില്ല. എനിക്കൊരു ഓസ്മോ പോക്കറ്റ് 4P മേടിക്കാറുണ്ട്. ആവശ്യമുള്ളത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ ലൈവ് സ്ട്രീമും വ്ളോഗും രണ്ടും ഒരുമിച്ച് ചെയ്യാൻ ഒരു ക്യാമറ വേണം. അപ്പോൾ 4P മേടിക്കാം. 4P പക്ഷേ പൈസ പൊടിക്കാനെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റാണ്. ഞാനപ്പം എന്തായാലും അടുത്ത മാസം 5-ാം തീയതി ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് ഓണക്കൊടി കണ്ടോ, വീട്ടിൽ നിന്നാണ്. സാറിന് ഇടാറില്ല ഞാൻ. എങ്ങനെയൊക്കെ കര സെറ്റാക്കി കുറച്ചൊക്കെ ഏകദേശം സെറ്റാണ്. ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നു ഞാൻ ഇന്നത്തേക്ക് മാത്രം. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ കിറ്റോസിസ് ഡയറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബോഡി കിറ്റോസിലോട്ട് എത്താൻ സമയമെടുക്കും, പിന്നെ ഒരാഴ്ച കണ്ട്. അപ്പോൾ അതെനിക്ക് ടെക്നിക്കലി ഇറ്റ്സ് എ വേസ്റ്റ്, ബട്ട് വിൽ ഡു ഇറ്റ്. ബോയ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാ അറിയാം. ഇതിന് എന്ത് പറയുന്നത് മറന്നുപോയി. ഇത് പപ്പടോ? അതിന് പേര് പപ്പടം എന്നാണ് അതിന്. അയ്യോ, അതിന്റെ പേര് പപ്പടം. അതെ. അപ്പം ഇത് എനിക്ക് ഇഷ്ടമായി. ഈ മാങ്ങ അച്ചാർ, ഈ ചെറുതായിട്ട് മധുരം ഉള്ളത്. ഉരുളി എടുക്കാനായിട്ട് കനം കൊണ്ട് ഇറങ്ങിപ്പോയി. ആണോ? പിന്നെ എല്ലാം വിളമ്പാനൊക്കെ എല്ലാവരും സെറ്റിട്ട് നല്ല ഫോട്ടോയും ക്യാമറയൊക്കെ വെച്ച് നമുക്കൊരു തുണി എടുത്തുടുക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളു. അങ്ങനത്തെ നല്ല ഗുണമാണ്. ഇതിപ്പോ പരിപ്പും സാമ്പാറും ഈ മറ്റേ നാരങ്ങയാണല്ലോ ഇതമ്മ ഉണ്ടാക്കിയ. അയ്യോ, നാരങ്ങയാണ് ഞാൻ ചെറിയ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുക. അല്ല, അമ്മ പറയുന്ന ഞാൻ ഡയറ്റ് കളഞ്ഞെന്ന്. കഴിച്ചോ ഗീർബനായ അടപ്രഥമനാണ്. സേമി അല്ല കേട്ടോ, സേമിയിൽ അടപ്രഥമന് വേറെ ലെവലാണ്. അർജുന ഇഷ്ടം ഇതല്ലേ? എനിക്കിത് ഇഷ്ടം ഇതാണ്. അതെ. ഈ ഉരുളി എടുക്കാനായിട്ട് തെക്ക് വശം ഷെഡിൽ പോയി. കനം കൊണ്ട് ആദ്യം പോയാൾ ഇറങ്ങിപ്പോയി. അതാരായിരുന്നു? ആരായിരിക്കും? ഈ വീട്ടിലെ ചെറിയ ആളങ്ങ് സൂഹിക്കുവാ ഇവിടെ എല്ലാം കൊണ്ട്. മകൻ എന്നെ ജിമ്മിന് വിട്ട് എനിക്കിപ്പോ ആരെയും നോക്കാതെ ഇത് എടുത്തോണ്ട് വരാം എന്ന് കരുതി എനിക്ക് വലിയ ഡെവലപ്പാന്നല്ല ഞാൻ പറയുന്ന. എനിക്ക് എന്റെ മോനോട് അഭിമാനമാണ്. നമ്മള് സദ്യ കഴിക്കാനിരുന്നു. ഫസ്റ്റ് ഹാൻഡ് POV തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പരിപ്പും എന്തുവായിരുന്നു ഗീയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണം. അങ്ങനെയാണ് ഒരു റീലിനകത്ത് കണ്ടത്. ബാക്കി പിന്നെ അങ്ങോട്ട് എനിക്ക് ഓർമ്മയില്ല. ആഫ്റ്റർ ലൈക്ക് ഹൗ മെനി ഡേയ്സ്, മേ ബി 3 weeks ഓഫ് ഡയറ്റ്. I could have continued it for at least 100 days, but like I'm just too busy, I think. ഈ അച്ചാറുമായിട്ട് അങ്ങനെ നോക്കട്ടെ. ആൾക്കാരൊക്കെ സദ്യ കഴിക്കുമ്പോൾ നോർമലായിട്ട് തോന്നും. പക്ഷെ ഞാൻ കഴിക്കാൻ നേരത്ത് ഇത്ര നല്ല ഡയറ്റ് ആയതുകൊണ്ട് കാപ്സ് എന്ന് പറയുന്ന സംഭവം കഴിച്ചിട്ടില്ല. ചോറ്, ചപ്പാത്തി, പച്ചക്കറി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം പപ്പടമൊക്കെ എടുക്കട്ടെ. I'm gonna eat everything, man. I'm not gonna leave anything behind, okay? I'm gonna consume everything, to be honest. Appetite-ന് pleasing ആയിട്ടുള്ള ഒരു വിഷ്വൽസ് അല്ലായിരിക്കും, പക്ഷെ I'm just gonna devour everything. മറ്റേ അച്ചാർ എവിടെ? ആ അച്ചാർ ഇട്ടില്ലല്ലോ ഇതിനകത്ത്. ആ അച്ചാറ് ഈ അച്ചാർ ഇടാ ആദ്യം. നോക്കട്ടെ. ഇന്നലെ ഇട്ടോണ്ട് കയ്പായിരിക്കുമല്ലോ. ഇത് മിക്സ് ആക്കിയില്ല. എല്ലാം കളർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. അവിയലിന്റെ ടേസ്റ്റ് നോക്കടാ. ഇനി ആദ്യം അത് ഫസ്റ്റിലേ പറ. അവിയലിന്റെ ടേസ്റ്റ് എടുത്തിട്ട് പറ. അവിയൽ നന്നായാലേ സദ്യ നന്നാവുള്ളൂ. അതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ. അമ്മ വളരെ ശ്രദ്ധിച്ചു വെച്ചത് അവിയൽ. സമയമെടുത്ത് ശ്രദ്ധിച്ച് വെള്ളമൊന്നും പതിയെ കൈവെള്ളം തെളിച്ച്. എനിക്ക് അവിയൽ നന്നായില്ലേ ഇഷ്ടമില്ല കേട്ടോ. Wow, it's so good. It's so damn good. ഞാൻ പൈസ എടുത്തല്ല. അച്ഛനപ്പോ ഇല കഴിച്ചില്ലല്ല. ഞാൻ ദാനം വെച്ചിരുന്ന പ്ലേറ്റ് എടുത്തു. ദാനമല്ല, കുറച്ച് നേരത്തെ ഫസ്റ്റ് നമ്മൾ വെക്കും, വീതി വെക്കും. അത് അച്ഛൻ കഴിക്കും. ഞാൻ കഴിക്കാതെ അത് കയറി കഴിക്കും. ഇത്ര പെട്ടെന്ന് ഈ കാപ്സിലാണ് കഴിച്ചാൽ വയറ് എടുക്കരുതാ മതി. ഇന്നലെ മറ്റേ ആ
WTF കഴിച്ചതിന്റെ വേറെ തന്നെ ഉണ്ട് എനിക്ക് ചെറുതായിട്ട്. പൈസ വഴി എടാ ഇല വൃത്തിയാക്കണോടാ പൊട്ട. അത് കുഴപ്പമില്ല, ഇലയുടെ മുഖത്തല്ല. ഇല വൃത്തിയാക്കിയടാ. പപ്പടം പപ്പടവുമായിട്ട് കഴിക്കുക. ഫസ്റ്റ് പപ്പടമായിട്ട് കഴിക്കുക. ഫസ്റ്റ് പപ്പടമായിട്ടാണ് ടേസ്റ്റ് പഴത്തിനേടി. ഇല നോക്കിയ ഒരു Curry so good. ഒറ്റ പായസം വെച്ചിട്ട് ഒറ്റ മനുഷ്യരാരും സഹായിച്ചില്ല. ഒന്നും ക്ഷത്രിയ വംശത്തിൽ ഉള്ളവര് ഒരു സംഗതി ആർക്കും ഹെൽപ്പും ചെയ്യില്ല, സഹായിക്കത്തില്ല. ക്ഷത്രിയൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് കാർണിവറിൽ നിന്ന് ഇതിങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ കുറെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാ, വേണ്ട ബോഡി വേണ്ടെന്ന് പറയും. കാപ്സ് കഴിക്കാതിരിക്കുമല്ലേ. ജസ്റ്റ് ഇൻഫർമേഷൻ. ബോയ്സ് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും കൂടി കഴിച്ചേക്കാം. എന്തായാലും ഡയറ്റ് പോയതല്ലേ. പിന്നെ ഞാൻ ടിപ്പും കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ടിപ്പ് കൊടുക്കണം കേട്ടോ. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയൊക്കെ ആണെങ്കിൽ പോലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഓടിയതാ, മെനക്കേടാ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മിക്കപ്പോഴും എനിക്ക് മറന്നു പോയാൽ മാത്രമേ ടിപ്പ് കൊടുക്കാത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വേണ്ടേ കൊടുക്കും. 5 രൂപയാണ് നല്ലതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ട്രെയിനറിന് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. ഒരു മുണ്ടും ഷർട്ടും ജോസഫിനും പിന്നെ എഡിറ്ററിനും ആൽഫ്രഡിനും പിന്നെ അവൻ്റെ അനിയത്തിക്ക് കൊടുക്കാനുണ്ട്. പക്ഷേ 2 മണിക്കൂർ ഓടിക്കണം വണ്ടി. ഇത് അവൻ്റെ ഡെയിലി വ്ലോഗ് കാണാൻ ഇപ്പോൾ സമയമില്ല. ഓടി എല്ലാം പറയുന്നോ? ഓഹ് ക്യാ ബാത്ത്. നിന്റെ നോട്ടം കണ്ടാൽ നിനക്ക് വേണ്ടി വല്ലതും മേടിച്ചിട്ട് വന്നതാണ്. നല്ല ഞാൻ എന്ത് ഓർഡർ ചെയ്യുന്ന നോക്കിയേ, കോക്കനട്ട് മിൽക്ക്. എനിക്ക് ഇത് ഞാൻ ഇതിൻ്റെ സാധനമൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് കണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ കഴിക്കാൻ തോന്നി, പക്ഷേ മേടിക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു സാധനമുണ്ട്, ക്രീമി ആയിട്ടുള്ളൊരു കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ജാറും കൂടിയാണ്. കോക്കനട്ട് ക്രീം, നോ ആഡഡ് ഷുഗർ. അപ്പം മധുരമൊന്നും കാണത്തില്ല. ഓ ഇതോ അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു കോക്കനട്ട് ഉണ്ടെങ്കിൽ തോന്നുന്നില്ല. ഇത് നല്ല കൊപ്ര അടിച്ചിരിക്കുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല. അതെ, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉണ്ട്, വെറുതെ തന്നെ ടേസ്റ്റ് വന്നത്. തേങ്ങ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിക്കായിരിക്കും നല്ലത്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. വേസ്റ്റ് ഓഫ് മണി മാൻ, ഐ ഷുഡന്റ് ഹാവ് ബോട്ട് ദാറ്റ്. 95% കോക്കനട്ടാണ്. ഇത് കൊള്ളാം, ഇത് സെറ്റായിരിക്കും. ഞാൻ കഴിച്ചു, പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല. മടുത്തു ഒറ്റടിക്ക്. കഴിക്കണ്ടായിരുന്നു. റിഗ്രറ്റ്. അപ്പോൾ എനിക്ക് ഡയറ്റ് ഇരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ഫീല്. ഇപ്പോൾ കൊടുക്കുന്നത് റിഗ്രറ്റ് അടിക്കുന്നു കഴിച്ചതിന്. കഴിക്കണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് കഴിച്ച് റിഗ്രറ്റ് മേടിച്ചില്ല ഞാൻ. ബോയ്സ് കണ്ടന് എന്തോ ദുഃഖം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വളരെ ദുഃഖത്തിൽ ഇരിക്കുന്നു ഇവിടെ. തലവേദന എടുക്കുന്നത് എന്താ അറിയത്തില്ല. മോസ്റ്റ്ലി കാപ്സ് എല്ലാം ഒരുമിച്ച് കഴിച്ചുകൊണ്ടാകാൻ ചാൻസ് ഇല്ലായിരിക്കും. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. അവൻ്റെ കിടന്നുറങ്ങിയത്. അവനിപ്പോൾ രാത്രിയായി. അപ്പം ജോസഫ് ഇപ്പോൾ വരും. നമുക്ക് അവൻ്റെ ഗിഫ്റ്റ് കൊടുക്കണം. ആയിട്ട് ട്രെയിനറിന് വരാൻ പറ്റത്തില്ല, അവൻ്റെ വീട്ടിൽ വണ്ടിയില്ല. അപ്പോൾ അവൻ്റെ വീട്ടിൽ കൂടെ കൊടുക്കണം. മുട്ട കാണാനൊരു ലുക്കില്ലെങ്കിലും നൈസ്. ഉപ്പില്ല. ജോസഫ് എത്തി ഇല്ലീഗൽ വണ്ടിയായിട്ട്. ഹാപ്പി ഓണം. അമ്മ എടുത്തു തരാടാ ഊട്ടാ. ജോസഫ് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. അമ്മയ്ക്കുണ്ട്. ഇഷ്ടപ്പെട്ടാ? പിന്നെ ഇഷ്ടപ്പെടാൻ ഷർട്ട് ഇട്ടോണം കേട്ടാ. ഓണം ഷർട്ട് ഇട്ടോണം. മുണ്ടുടുക്കണം. മുണ്ടുടുക്കാൻ അറിയാവാ? പിന്നെ എം പി മുണ്ടുടുക്കായിരുന്നു. ഇഷ്ടപ്പെട്ടാ? ഇങ്ങനത്തെ ഇല്ല. നല്ല സെലക്ഷനാ. ഇതിനായിരുന്നല്ലോ അന്ന് മറ്റേ സൈസ് വെച്ചേ. ഞാൻ പറഞ്ഞു കുഞ്ഞിന്റെ വീട്ടിലോട്ട് പോകാൻ റെഡിയാവുന്നു. ഉറക്കമായിരുന്നു. ഞാൻ ഇന്നലെ മൊത്തം ഓട്ടോ അല്ലായിരുന്നു. എന്നിട്ട് ഇനി എന്റെ വീട്ടിലും കൂടെ വരുമ്പോ ചാകുമായിരുന്നു. പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് വരണ്ടേ കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞിനെ സോറി കേട്ടാ വിളിപ്പിച്ചത്. അതിനെന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഞാനായും എം പി വിളിച്ചേ ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് വയ്യ. ജോസഫിന്റെ അമ്മയ്ക്കാണിത്. ഞാൻ വീഡിയോ എടുത്ത് അയച്ചു തരാം. ഇപ്പൊ ട്രെയിനറിനെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് എനിക്കിനും കൊണ്ട് കൊടുക്കാം. നാളെ എനിക്ക് വേറെ ജോലിയുണ്ട്. അവനിപ്പോ വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന്. വീട്ടിൽ എന്തിനാ കൊണ്ട് കൊടുക്കുന്നത്?
വീട്ടിലെന്തോ കൊടുക്കുന്നില്ല. ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് ആർക്ക് വേണമെങ്കിലും അവർ കൊടുത്തോട്ടെ. അവര് വേണേ അവരെടുക്കട്ടെ, അവര് ഉണ്ടല്ലോ കൊണ്ടിട്ടു. പിന്നെ അമ്മയ്ക്ക് കൊടുക്കാം. അത് അവനെ ഇഷ്ടമുള്ളവർക്ക് കൊണ്ട് കൊടുക്കട്ടെ. നമ്മള് ബലക്കാർക്ക് ഒരാൾക്ക് ശല്യം ചെയ്യും. ഒരു ശല്യം നല്ലൊരു ദിവസമായിട്ട് നല്ല ദിവസമായിട്ട് ഒരു ശല്യമില്ല, അവിടെ കൊടുക്കാന്നേ ഉള്ളൂ. ബോയ്സ് ഇവിടെ കണ്ടത് JMBനെ കോള് വിളിച്ചിട്ടുണ്ട് ഓണത്തിന്. അവന്റെ ടേബിളൊക്കെ മേടിച്ചു. ലിഫ്റ്റ് ആകുന്നത് 1-2 പോകും. തന്നെ ടേബിൾ പൊങ്ങും. ഇത് ടേബിളിൽ തന്നെ പൊങ്ങും, എല്ലാം പൊങ്ങും. പക്ഷെ അതിന്റെ കൂടെ വെക്കാനുള്ള സംഭവം ഇല്ല. എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് മേടിച്ച് GTA സ്ട്രീം ചെയ്യാൻ വേണ്ടിയുള്ള മൈൻഡാ. വടിയുണ്ട്, എലിഫന്റ് ഇല്ല. എന്നുവെച്ചാ ഇപ്പം GTയുടെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയുള്ള പ്ലാൻ. അതിനു വേണ്ടി ലാപ്ടോപ്പ് മേടിച്ചിട്ടില്ല, ആനയില്ല, പക്ഷെ ബാക്കിയെല്ലാം ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റേ ഉള്ള തോന്നി ഇപ്പൊ. മേടിക്കൂല്ലേ? പോക്കിമോന്റെ കാർഡ്. ഓ അത് ശരി. ഇതിനെ ഇപ്പൊ അങ്ങനെ തരുമ്പോ സമയത്ത് 10,000 രൂപയല്ലായിരിക്കും ഒരു ബോക്സ്. എനിക്ക് വയ്യ. ബോയ്സ് മൈൻക്രാഫ്റ്റും ഉണ്ട് സൈഡില് കേട്ടാ. അവിടെ പോയിട്ട് കളക്ഷൻ പരിപാടി. മൈൻക്രാഫ്റ്റ് വെടിവെച്ച് കൊല്ലുവാണോടാ? എന്താ 5 ലക്ഷം 6 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ചില ആൾക്കാർക്ക് മേടിച്ചിടാൻ പറ്റത്തില്ല. നമ്മള് മേടിച്ചോളൂ, കുഴപ്പമില്ല. നമ്മള് EMI മേടിച്ചോളാം. നീ പ്രയത്നിച്ച് മേടിക്കങ്ങനെ. ഇയാള് പ്രയത്നിച്ച് മേടിക്കണം, പക്ഷേ EMI വേണ്ടേ? 10,000-20,000 ആയി ഇത് രണ്ടും കൂടെ. പൊങ്ങുന്ന ടേബിളും കറങ്ങുന്ന കസേരയും വെച്ച് നീ അങ്ങനെ കാനഡയിൽ കറങ്ങിയിരി. അല്ലെങ്കിൽ ഒരു കാർഡ് തുറന്നാൽ മതി. എനിക്കൊരു ഇത് മേടിക്കണമെങ്കിൽ. ഏത് കാടി വല്ലതും കിട്ടണ്ടേ? എല്ലാ ഹൈ റിച്ചൊക്കെ കയ്യിലുണ്ട്, പക്ഷെ ഒന്നും പ്ലാൻ ഔട്ട് ആകുന്നില്ല. പിഗിന്റെ ഫാമോ? ഇത് സോംബിഫൈഡ് പിഗ്ലിംഗ് കണ്ടല്ലോ. ഇത് കണ്ടല്ലോ, സോംബിഫൈഡ് പിഗ്ലിംഗ് കണ്ട്. ഒരു ഉൾഫ്, പിന്നെ ചെറിയൊരു പിഗ് ഉണ്ട്. കണ്ട, ഇവിടെ ചെറിയൊരു പിഗ് ഉണ്ട്. ഓ, പിഗ് ഫാമിനകത്ത് പോരല്ല, പ്രൊഡക്ഷൻ ഒന്നും പോരാ. ഇത്ര ഉള്ളായിരുന്നു. ഇതിന് തന്നെ എത്ര രൂപയെന്നറിയോ ഈ പണ്ടാരത്തിന്? $20 ഈ ഒരു ചെറിയ സാധനത്തിന്. ഭയങ്കര വിലക്കുള്ള. നമ്മളിപ്പം ട്രെയിനറിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവന് ഗിഫ്റ്റ് കൊടുക്കാൻ ഓണത്തിന്. പക്ഷേ JMBക്ക് ലാപ്ടോപ്പ് കൊടുക്കാനുള്ള ടാസ്ക് ആണ് കുറച്ച്. ഓൾറെഡി നമ്മൾ റെംപോഡ് മേടിച്ച് 32 പൊട്ടി. പിന്നെ ഇന്നലെ മറ്റേ 65 പൊട്ടി. മറ്റേ US നിന്ന് വരുന്ന സ്ട്രീമിങ്ങിന്റെ കുറച്ച് എക്യുപ്മെന്റ്. അത് നിങ്ങൾക്ക് വരുമ്പോൾ കാണിച്ചിട്ട് എന്താ മേടിച്ചെന്ന്. പിന്നെ അതിന് 65 പോയി. പിന്നെ ഒരു 4P മേടിക്കാണ്ട് 4Pക്ക് 1 ലക്ഷം രൂപ ആയിരിക്കും. അപ്പൊ എങ്ങനെ പോയാലും 2 ലക്ഷം രൂപ അവിടെയും പോയി. 2 ലക്ഷം രൂപ അവിടെയും പോയി. അപ്പൊ പിന്നെ നമുക്ക് ഈ മാസം ടൈറ്റ് അവനെ മേടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത മാസം നമ്മൾ റോഡ് ട്രിപ്പിലായിരിക്കും. പിന്നെ എക്സ്പെൻസ് വളരെ ഹൈ ആണ്. നമ്മൾ മിനിറ്റ് ദിവസം 4,000 5,000 10,000 പൊട്ടും റോഡ് ട്രിപ്പിൽ. അത്ര പൊട്ടും. പെട്രോളിന് തന്നെ എന്തായാലും 4,000 വെച്ച് പൊട്ടും ദിവസം. ആ രീതിയിലുള്ള ഓട്ടം കാണുമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കറന്റ്ലി സോർട്ട് ഓഫ് ഇൻ എ ഡിലെമ. എങ്ങനെ അവനെ ഒപ്പിച്ചു കൊടുക്കും? GT ഇറങ്ങുന്നതിന് മുമ്പ് ഒപ്പിച്ചു കൊടുക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. JMB ഫൈനലി അവൻ വ്ലോഗ് എടുക്കുവാണെന്ന് തോന്നുന്നത്. നമ്മളെ പിന്നെ വ്ലോഗിന് വേണ്ടി വിളിച്ചു. പിന്നെ നിങ്ങളെ കമന്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ വ്ലോഗ്. നമ്മളെ പട്ടിപ്പണിയാണ്, നിവർത്തികേടിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വ്ലോഗ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അവൻ മറ്റേ ഈ കടയില് നിൽക്കുവാണ്. കടയിൽ നിന്ന് ഇപ്പൊ ചോടിറക്കുന്നില്ല. വേരിറങ്ങിപ്പോയി ആ കടക്കകത്ത് തന്നെ. ഇംഗ്ലീഷ് വരുന്നുണ്ടോ മോൻ സംസാരിക്കാൻ എന്റെ കൂടെ? English competition. Yeah, come on, man. Yeah, I'm already speaking English. Why are you like delaying? You're speaking with the English accent, brother. You don't have to worry, man. You don't have a Canadian accent, so you don't have to like. You are not able to one up me on this, okay? Canadian accent. I never claim that I have a Canadian accent, brother. You don't have any accent either. Like at least you should have any accent, no? Huh? What? You are speaking like you have so much. You think you have so much aura, but you don't have anything, brother. You don't know how to speak English. Like you stop stuttering before you like call upon aura, okay? No, I don't stutter. I speak in everyday basis, you know. Like this is the level you are currently at. Even though you are like speaking daily, like I pity you, man. Like you have to develop on this game, okay? I think rather than like speaking daily, you should even speak while you are asleep. I feel like. The one who sort of like goes to making faces while you're having an English conversation, that says a lot about like how your current English stands. I thought we were having an English conversation, but this guy is like doing mimicry. Man, talk about funny, man. You have to.
സെറ്റിൽ ഡൗൺ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി, അതെ, ബൈ. What happened? എനിക്ക് സമയമില്ല. മോനെക്കാട്ടി 5 ഇരട്ടി വലുപ്പമുള്ള കൺട്രിയാണ് മോനെ. മിണ്ടായിരിക്കും. ബൈ. The only thing you have going for is like you are in a big country. But he's still not there yet, man. Lost aura in like all ways possible. എത്ര ടൈം എടുക്കും നിനക്ക് വരാൻ? രണ്ട് വരുവാണ്. ഡ്രസ്സെല്ലാം വീട്ടിനകത്ത് കിടന്ന് കറക്കമാണല്ലോ. എവിടെ പോണു? ഒരു കർട്ടനൊക്കെ ഇടണ്ടേ? കർട്ടൻ ആ, ഡ്രസ്സിലാണ് വീട്ടിനകത്ത് കിടന്ന് കറങ്ങുന്നത്. എടുത്തല്ലേ മാനവ മര്യാദയുള്ള പെൺപിള്ളേർ വഴി കൂടെ മുമ്പിൽ കൂടെ നടക്കുന്നയാ. കല്യാണ വീട്ടിൽ കൊടുത്ത് ഒരു കല്യാണം കൂടി ഉണ്ടടാ. ഞാൻ നിന്റെ നീ എന്ത് തള്ളിക്കയറ്റുന്ന പറയലോട്ട്? വേറെ തള്ളിക്കയറ്റുന്നുണ്ടല്ലോ. എന്നാലും ഹാപ്പി ആണ്. That's for you. എന്ത് That. ഇതാ കാനഡയിലെ ഇവിടെയൊക്കെ ഇതൊക്കെ തന്നെയാ. അതും കൂടി. താങ്ക് യു. മുണ്ടുണ്ടോ? സാരിയുണ്ട്. സാരി അതില്ലേ? സാരിയാണോ? ഏതത്? അത് മുണ്ടാണോ? മറ്റേ കാണിച്ചപ്പോ അത് സാരിയാണോ? ഞാൻ ഒരു പ്രാവശ്യം പാലാരിയോട്ടം കൊണ്ടുപോയതേ ഉള്ളു. അന്ന് തൊട്ട് പിന്നെ സാരി കണ്ട ഇതാ. സാരി കണ്ടാ പേടിയാ. ഷഡിയാണ് എനിക്ക്. മുണ്ടുണ്ട്. അവനെല്ലാം കാണുമ്പോ ചെറുതായിട്ടാ തോന്നുന്നു. ടൗമാർക്ക് 24 ലക്ഷം. ഗോവ എന്നൊക്കെ ഫൈനലി പോയി എത്തിയതേ ഉള്ളു കക്ഷി. അവിടെ ചെന്നിട്ട് ആൾക്കാരെല്ലാം വന്ന് ഫുഡ് കഴിക്കാൻ ചെന്നിട്ട്. ആണോ? ബില്ല് മേടിക്കാനാണ്? അല്ല, പിന്നെ കൈ തരാനായിട്ട്. കൈ തരാനാ? നീ അവിടെ ഇവിടെ പോയിട്ട് ആൾക്കാരെ കൊണ്ട് പിടിപ്പിക്കുവാണ്. എന്ത് വെച്ച് പുറത്തു? ഹായ്, എവിടെ വന്ന്? മിണ്ടത്തില്ല. കണ്ണപ്പം എവിടെ പോവാ? കേക്കത്തില്ല. ട്രെയിനർ എത്ര പ്രൊഫഷണൽ ആയിരുന്നു സൈൻ ലാംഗ്വേജിൽ. ഛേ, ഞാൻ ട്രെയിനറിനെ വന്ന് സംശയിച്ചു. എന്തിന്? കൈ കൊണ്ടുള്ള പണി നീ ഇത്ര നല്ലതായിട്ട് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. നമ്മൾ ഇവിടെ നിന്ന് മാറിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ മാറിയായിരുന്നു. വേറെ കടകളൊന്നും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഓണമായതുകൊണ്ട് എല്ലാം അടച്ചിടക്കുക. അപ്പൊ കറങ്ങി പിന്നെയും തിരിച്ചു വിടാൻ വന്ന് എന്നിട്ട് നമ്മളിപ്പോ ട്രെയിനിനെ തിരിച്ച് വിട പറയുന്നു. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. ഓണം. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ചേർത്താം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ലൈഫ്. നെക്സ്റ്റ് ടൈം. പീസ്.